യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസമാണിന്ന്. ഇന്നലെ മുതൽ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ ജീവിതത്തെയും ഒരനുഗ്രഹമാകത്തക്ക വിധം ദൈവാനുഗ്രഹം വെളിപ്പെടാൻ വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന 10 ദിവസങ്ങളാണ്. ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ഫെബ്രുവരി മാസം 6-ാം തീയതി 10ാമത്തെ ദിവസം. അന്ന് സമാപന ദിവസമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായത് മാറും. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒപ്പം എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. നമുക്കേറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തണം, ദൈവത്തിൻ്റെ വചനം കണ്ടുപിടിക്കണം, കണ്ടെത്തണം. കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, ഞാനവ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ചുവെന്ന്, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കണ്ടെത്തി അവയെ ഭക്ഷിച്ചു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും ദൈവവചനത്തെ നാം സ്വീകരിക്കുകയാണ്. കണ്ടെത്തി ഭക്ഷിക്കുന്ന പോലെ തന്നെയാണ് അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയാണ്. കണ്ടെത്തി ഭക്ഷിച്ചു. അതുകൊണ്ട് അവ എനിക്ക് ആനന്ദാമൃതമായി, അതെനിക്ക് ആനന്ദം നൽകുന്ന ഒന്നിലേക്ക് നയിച്ചു. എനിക്കത് സന്തോഷം നൽകി, സമാധാനം നൽകി, പ്രത്യാശ നൽകി, ആനന്ദം നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരാൾക്ക് നൽകുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്, ആനന്ദമാണ്. ദൈവവചനം പറയുവാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. ഇന്ന് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. മനസ്സിന് ഭയങ്കര ടെൻഷനാണ്, ഒരു സന്തോഷമില്ല, ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥത, ടെൻഷൻ കൂടുതലാണ് മനുഷ്യർക്ക്. പക്ഷെ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അവയെ ഭക്ഷിച്ചപ്പോൾ മനസ്സിനോ സന്തോഷം. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്തത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒട്ടും സന്തോഷമില്ലാതെ ഒരുപാട് സങ്കടത്തിലൊക്കെയാണോ ഇരിക്കുന്നത്? ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ മക്കളുടെ നല്ല ഭാവി നഷ്ടപ്പെട്ടു പോകുമോ? അവരുടെ ജീവിതം എവിടെ എത്താതെ പോകുമോ? അവരൊന്ന് നല്ല രീതിയിൽ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളിത് കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർ ഒരിക്കലും എവിടെയും ലജ്ജിക്കാൻ ഇടവരുകയില്ല, എവിടെയും തകർന്നു പോകാൻ ഇടവരില്ല. അത് ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യും. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കണം. ഈ വചനം
നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കണ്ടെത്തി അവയെ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദം നൽകി, അവ എൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകി. എന്തെന്നാൽ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ധ്യാനിക്കുമ്പോൾ കേവലം ഒരു സന്തോഷവും സമാധാനവും മാത്രമല്ല. 15-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 20-ാമത്തെ വാക്യം, ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ആ വചനത്തിൻ്റെ അടുത്ത ഭാഗം ശ്രദ്ധിച്ചോ? ഈ ജനത്തിൻ്റെ മുമ്പിൽ, ഈ ജനത്തിൻ്റെ മുന്നിൽ, ഈ ജനത്തിൻ്റെ മുന്നിൽ. നമ്മളൊക്കെ പലരുടെയും മുന്നിൽ നാണം കെട്ടുപോയവരായിരിക്കാം, സങ്കടപ്പെട്ടവരായിരിക്കാം, തലകുനിഞ്ഞു പോയവരായിരിക്കാം, പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയവരായിരിക്കാം. പലരുടെയും മുമ്പിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതായി തോന്നിക്കാണും. എന്നാൽ ദൈവവചനം പറയുക, ആ സാഹചര്യം അവിടെ നിൽക്കട്ടെ, നീ പലരുടെയും മുമ്പിൽ, അതായത് 20-ാമത്തെ വാക്യം, നീ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ആ വാക്ക് നിങ്ങളുടെ ബൈബിളിനകത്ത് ഒന്ന് വരച്ചു വെച്ച്, ഒരു പിത്തളക്കോട്ടയായി ഉയർത്തും. പിന്നെയോ, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ നിന്നോട് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വരും, പ്രതിസന്ധികളുണ്ടാകും. അവർ വിജയിക്കുകയില്ല. കാരണം എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്നെ രക്ഷിക്കാനും നിന്നെ വിമോചിപ്പിക്കാനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ രക്ഷിക്കാനും. എല്ലാവരോടും ഇത് പറയാനാണ്. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാനും കൂടെയുള്ള ഒരു ദൈവമുണ്ട്. കർത്താവ് ഇത് അരുളി ചെയ്യുന്നു. ദൈവവചനം കണ്ടെത്തി അത് സ്വീകരിക്കുന്നത് നഷ്ടത്തിനോ തകർച്ചയ്ക്കോ പരാജയത്തിനോ ഒന്നുമല്ല കാരണമാകുന്നത്. അതൊരു ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനുമാണ് കാരണമാകുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഇന്നുള്ള ദിവസമാണ്, ഇന്നും നാളെയൊക്കെ. ഇന്ന് 9:30 മണി മുതൽ പ്രാർത്ഥനയും കൗൺസിലിങ്ങും എല്ലാം ആരംഭിക്കും. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണോ? ഇവിടെ വരുന്ന സാക്ഷ്യങ്ങൾ, ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ നൊവേനയിൽ പങ്കെടുത്തതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ്. ഇവിടെ വരുന്നവർക്ക് ഒരുപക്ഷെ അതറിയാമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കണം. ആ നൊവേനയിൽ പങ്കെടുക്കണം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. വൈകുന്നേരം ഇന്ത്യൻ സമയം 6:15 പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, 10,000-ഓളം എഴുത്തുകളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. 13,000-ഓളം അധികം ആളുകളാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഏകദേശം 25,000-ഓളം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ പുണ്യഭൂമിയിലുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന്, ദേശങ്ങളിലിരുന്ന് അവരവരുടെ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. മാതാപിതാക്കളുടെ ത്യാഗത്തോടെയുള്ള ഈ പങ്കെടുക്കലിനെ ഓർക്കുന്നു, പ്രാർത്ഥിക്കലിനെ ഓർക്കുന്നു. ഈ ദൈവ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു നന്മയാണ്, ഒരു ദൈവീകമായൊരു കുടക്കീഴിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഞങ്ങളുടെ കരങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനും പരീക്ഷ എഴുതാനും വിജയിക്കാനും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ, ഓർത്ത കാര്യങ്ങൾ വൃത്തിയായി എഴുതാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ആവശ്യമില്ലാത്ത ഭയവും ടെൻഷനും മാറിപ്പോകട്ടെ. പരീക്ഷാ ഭയങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അതൊക്കെ മാറിപ്പോകട്ടെ. അതോടൊപ്പം പഠിക്കാൻ പറ്റാത്ത സാഹചര്യം വീട്ടിലുണ്ടോ?
അതൊക്കെ മാറി പഠിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഭവനങ്ങളിലുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ, ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. പലർക്കും പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും, അനുഗ്രഹവാക്കും. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരാളെപ്പോലും മാറ്റി നിർത്താതെ, ഒരു കുഞ്ഞുങ്ങളെപ്പോലും മാറ്റി നിർത്താതെ വിവിധ കുടുംബങ്ങളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. എഴുത്തിലൂടെ, ഇമെയിലിലൂടെ, വാട്സപ്പിലൂടെ തന്ന പേരുകൾക്കെല്ലാമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികൾ, വഞ്ചന, നിരാശയിലെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഞങ്ങളെ ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് കേട്ട വചനമാണ്. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അത് സ്വീകരിച്ചാൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഉയർത്തുമെന്ന് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കാരണം ഈ വചനമൊക്കെ ഒത്തിരി പേർക്ക് പ്രചോദനമാകും, പ്രയോജനപ്പെടും, അനുഗ്രഹമാകും. നിങ്ങളിലൂടെ ഒരുപാട് പേർ വചനം കേൾക്കാൻ, ദൈവത്തെ അറിയാൻ, ദൈവവചനത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.